നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കഴിഞ്ഞ 5-6 ദിവസമായി നടക്കുന്ന കലോത്സവ മാമാങ്കത്തിന് ഭക്ഷണം ഒരുക്കുന്ന പൂതക്കുളം ശ്രീശാസ്ത ക്ഷേത്രത്തിൻ്റെ പാചകപ്പുരയിലാണ്. ഏകദേശം ഒരു 3500ഓളം ആൾക്കാർക്ക് കഴിഞ്ഞ 5 ദിവസങ്ങളായി ഇവിടെ സദ്യവട്ടങ്ങൾ ഒരുക്കുന്നു. സദ്യവട്ടങ്ങൾ ഒരുക്കുന്ന കാറ്ററിംഗ് കമ്പനി ഏതാണ്, അതിൻ്റെ വിവരങ്ങൾ നമുക്കൊന്ന് ചോദിക്കാം. നമസ്കാരം. എന്താ പേര്? സതി. സതി. എവിടെ സ്ഥലം? കല്ലുവാതക്കൽ. എന്താ കാറ്ററിംഗ് കമ്പനിയാണോ? നീലിമ കാറ്ററിംഗ്. അപ്പോൾ സാധാരണ ഈ സ്ത്രീകളെ ഈ ഒരു രംഗത്ത് അധികമായി കണ്ടുവരുന്നില്ല. അപ്പോൾ ചേച്ചിയാണോ അതിൻ്റെ ആളിനാണ് തന്നെ? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എത്ര പേർക്ക്, ഉദ്ദേശം എത്ര പേർക്കാണ് സദ്യ ഒരുക്കുന്നത്? 3500. ഇന്നലെ 3500 വരെ കൂടുതലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു, കഴിഞ്ഞ തിങ്കളാഴ്ച. ബാക്കി എല്ലാ ദിവസവും അതേപോലെ തന്നെ ആളുകൾ. ആദ്യത്തെ തിങ്കളാഴ്ച കൊടുത്തത് ബിരിയാണിയായിരുന്നു. ബിരിയാണിയായിരുന്നു. എന്ത് ബിരിയാണിയാണ്? വെജിറ്റബിളോ? അല്ല, ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. അപ്പോൾ എങ്ങനെ ആദ്യമായിട്ടാണോ ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ച്? അല്ല, അമ്പലങ്ങളിലൊക്കെ 10-12 ചാക്കരിയുടെ തന്നെ കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും എങ്ങനെയുണ്ട് സഹകരണമൊക്കെ? സംഘാടകരുടെ സഹകരണം കുഴപ്പമൊന്നുമില്ല. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. വലിയ സഹായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെന്താ സ്പെഷ്യൽ ഒരുക്കിയിട്ടുള്ള അവസാന ദിവസമല്ലേ ഇന്ന്? ഇന്ന് പിന്നെ അത് 5-6 തൊടുകറി, പിന്നെ പ്രഥമൻ, പിന്നെ ഉച്ചകളത്തെ ഊണ്, പുളിശ്ശേരിയുണ്ട്, പിന്നെ പായസമുണ്ട്, അവിയലുണ്ട്, തോരനുണ്ട്, അച്ചാറുണ്ട്. വൈകുന്നേരം കടി, ചായ. എല്ലാ ദിവസവും വെജിറ്റേറിയൻ ആണ്? അതെ. നോൺ വെജ് ബിരിയാണി ഒരു ദിവസമേ ഉള്ളായിരുന്നു. തുടക്ക ദിവസം അല്ലേ? തുടക്ക ദിവസം ചിക്കൻ ബിരിയാണി. ബാക്കി എല്ലാ ദിവസവും വെജിറ്റേറിയൻ സദ്യയാണ്. സദ്യ. അപ്പോൾ നടക്കട്ടെ പരിപാടികൾ. ഇപ്പോൾ സദ്യവട്ടങ്ങൾ ഒരുങ്ങുകയാണ്. ഉച്ചയ്ക്ക് എത്ര മണിക്കാണ് സദ്യ തുടങ്ങുന്നത്? 11:30 തൊട്ട് കൊടുക്കും. 11:30 മണി മുതൽ സദ്യ ഇവിടെ വിദ്യാർത്ഥികൾക്ക് അധ്യാപകർക്കും കൊടുത്തു തുടങ്ങും. അതിനുള്ള തകൃതിയായി ഇവിടെ വിഭവങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഗ്യാസ് ഉപയോഗിക്കുന്നില്ല, കംപ്ലീറ്റ് വിറകടുപ്പിലാണ് ഇവിടുത്തെ പാചകങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. ഈ മേളയുടെ ഭാഗമായി വളരെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് ഭക്ഷണ കമ്മിറ്റി ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ദിവസം തന്നെ നോൺ വെജ് ഉൾപ്പെടെയുള്ള ചിക്കൻ ബിരിയാണി നൽകുവാൻ സാധിച്ചു. എല്ലാ ദിവസവും പായസം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സദ്യ നൽകി വരുന്നു. അപ്പോൾ അതിന് അക്ഷീണം പ്രവർത്തിക്കുന്ന ഭക്ഷണ കമ്മിറ്റി മാത്രമല്ല, ഈ 11 സബ് കമ്മിറ്റികളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ ഗൗരവത്തോടുകൂടെ നിർവഹിക്കുന്നുണ്ട്. എല്ലാ കമ്മിറ്റികളുടെയും സഹകരണം അത് ലഭ്യമാണ് മേളയ്ക്ക്. അതുകൊണ്ടാണ് ഇത്രയും നന്നായി ഈ മേള മുന്നോട്ട് യാതൊരുവിധ പരാതികളുമില്ലാതെ പുരോഗമിക്കുന്നത്. എല്ലാവർക്കും